ഹലോ ഗായ്സ്, വൈഡ് വേയിലെ അടുത്ത വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നെടുക്കാൻ പോകുന്നത് ടാറ്റയുടെ 912 EX എന്ന വണ്ടിയിൽ ടിപ്പറിനകത്ത് നമ്മൾ എംസാൻ എടുക്കാൻ പോവാണ്. അപ്പോൾ എംസാൻ എടുക്കുന്ന വീഡിയോ നമുക്ക് കാണാം. ഇന്ന് ഈ വണ്ടിയിൽ പോകുന്ന യാത്രയാണെന്ന് കാണാൻ പോകുന്ന വീഡിയോ. അപ്പം വണ്ടിയിലേക്ക് കയറാം. വണ്ടിയുടെ കാര്യങ്ങൾ വിശദമൊക്കെ നമുക്ക് പിന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഇതാണ് നമ്മുടെ ഡ്രൈവർ, മെയിൻ ഡ്രൈവർ. ഇന്നിപ്പോൾ ഈ വണ്ടിയിലെ കിളി ഞാനാണ്. ഇപ്പോൾ നമ്മൾ എംസാൻ്റെ പ്ലാന്റാണത്. ഈ വണ്ടിയും പ്ലാന്റും ഒരേ മുതലാളിയാണ്. ഇപ്പം എംസാൻ്റെ ഗേറ്റിൻ്റെ ഓപ്പറേറ്ററും വണ്ടി ഇതാണ്. നമ്മളെ പ്രോ ലെവൽ ഓപ്പറേറ്ററാണ്. നമ്മളെ വണ്ടിയിലാണ് എംസാൻ്റെ ഗേറ്റുമാണ്. സൗണ്ട് കാണും. ഹായ് കാണിക്ക്. തിരിച്ച് ലോഡായിട്ടുണ്ട്. നമ്മൾ തിരിച്ച് വണ്ടി കയറുന്നു. ഇനിയിപ്പോൾ ഈ ലോഡും കൊണ്ട് നേരെ എങ്ങോട്ടാണ് പോകുന്നത്? ഓടനാവട്ടത്തേക്കാണ് പോകുന്നത്. വണ്ടി ആയിട്ടില്ല, ലോഡായിട്ടില്ല. നേരത്തെ ഇത് ടാറ്റയുടെ 912 EX4 വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഈ വണ്ടിക്ക് പ്രത്യേകതകളായിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ബാക്കിയുള്ള വണ്ടികൾ വലിയ പ്രത്യേകിച്ചൊന്നുമില്ല. നല്ല വണ്ടിയാണ്. സീറ്റൊക്കെ സെറ്റായിരുന്നു. പിന്നെ ബാക്കി ബാക്കി എയറല്ല, ഇത് സാധാ സ്പ്രിംഗ് സീറ്റാണ്. നല്ല വണ്ടിയാണ്. നല്ല വയറും കാര്യങ്ങളും ഏറാക്കാൻ സീറ്റ് ഏറാക്കാൻ പറ്റും തോന്നുന്നു. അതിനെപ്പറ്റി വലിയ ഇതില്ല. നല്ല വണ്ടിയാണ്. മറ്റേ ഭാരത് ബെൻസിന്റെ ആ വണ്ടി ഓടിച്ചിട്ട് തീ കയറി ഓടിക്കുമ്പോ എങ്ങനെയുണ്ട്? രണ്ടിന്റെ ആപകല് വ്യത്യാസമുണ്ട്. ബ്രേക്കിംഗ് രാപകല് വ്യത്യാസം. അത് ABS ബ്രേക്കിംഗ് അത് പക്കാണ്. വണ്ടി ചവിട്ടിയെടുത്തേക്കും. ഇത് പക്ഷേ ഇത് അത്ര ഇതില്ലല്ലോ. ഇത് പിന്നെ നമ്മൾ അഡ്വാൻസ് ആയിട്ട് എല്ലാം കണ്ട് ഇറങ്ങി പോണം. വിഷയം വെച്ചാൽ കൊട്ടാരക്കര ഏരിയയിൽ ഒരു ബസ് ഒരു ലോറി ടിപ്പർ നിയന്ത്രണം വിട്ട് പോസ്റ്റ് അടിച്ച് സ്കൂൾ പിള്ളേർ വണ്ടി കൂടെയും ബസ് സ്റ്റോപ്പിന് സൈഡിൽ നിന്ന് അവിടെ നിന്ന് സ്കൂൾ പിള്ളേരുടെ മേളിൽ കൂടെ മണ്ണൊക്കെ വീണ് വണ്ടിയൊക്കെ വീണ് മരണപ്പെട്ടിട്ടുണ്ട്. 4-5 പേര് മരണപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇതുവരെയുള്ള വിവരം കിട്ടിയിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അതിനെപ്പറ്റി നമുക്കൊന്നും പ്രത്യേകിച്ച് അറിയത്തില്ല. ഇപ്പോൾ വിശദം അറിയാതെ നമ്മൾ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ലോഡ് നിരത്തിയിട്ടുണ്ട്. ഇവിടെ ലോഡായിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ നിന്ന് ഇത് പ്ലാന്റ് കേട്ടോ. ഇതാണ് എംസാൻ്റെ പ്ലാന്റ്. എംസാൻ്റെ പ്ലാന്റാണ്. നമ്മൾ ഇവിടെ നിന്നാണ് എംസാൻ എടുത്തത്. ഇപ്പം ഇവിടെ നിന്ന് നമ്മൾ തിരിച്ച് പോവുകയാണ്. ലോഡ് തട്ടാൻ പോവാം. ഇപ്പം നല്ല സൗണ്ട് കാണും. കാര്യം ഡോറൊക്കെ ഗ്ലാസ്സൊക്കെ താഴത്തേക്കാണ്. നല്ല ഗ്ലാസ് താഴെ ചൂടാണ്. AC ഉണ്ടോ? ആ AC വണ്ടിയാണ് ഗായ്സ്. ആ കാര്യം ഞാൻ വിട്ടുപോയി. ഓക്കെ, എഴുതി വെക്കണം, ഫാൻ മാത്രമേ ഉള്ളൂ. എഴുതി വെച്ചാൽ മാത്രമേ തണുപ്പ് കിട്ടുമെന്ന് പറയണേ.
അറിയില്ല. ഫാൻ മാത്രമേ ഉള്ളൂ, എഴുതി വെക്കണം. ഞാൻ ഗ്ലാസ് പിടിച്ച് പൊക്കിയിട്ടപ്പോഴത്തേക്ക് അവ AC ഓഫ് ആക്കിയിട്ട് പോയി. AC ഇല്ല. പുള്ളിക്കാരൻ തന്നെ പാസ് മേടിക്കാൻ പോയേക്കാണ്. ഈ സൗണ്ട് വരുന്നത് വെച്ചാൽ അത് AC ഓണാക്കിയതിൻ്റെ സൗണ്ടാണ്. ഇപ്പോൾ വണ്ടി ഓണാക്കിയപ്പോൾ വണ്ടിയുടെ സൗണ്ടും AC ഓണാക്കിയപ്പോൾ AC സൗണ്ട്. ഇപ്പോൾ ഒട്ടും കേൾക്കത്തിലുണ്ട്. ഇതിലും വേറെ AC ഇല്ലാതെ പോന്നേ. കിട്ടി പാസം കൊണ്ട്. അപ്പം നമ്മളിനി അങ്ങോട്ട് പോവുകയാണ്. സ്ട്രെയിറ്റ് ഓടാനോട്ടോ. നമുക്ക് പോകുന്ന വഴി കാണാം. ഇവിടുന്ന് എത്ര കിലോമീറ്റർ? 10 കിലോമീറ്ററാണ്. 13 കിലോമീറ്റർ. 13 കിലോമീറ്റർ അത്രേ ഉള്ളൂ. അടുത്ത അപ്പോൾ ഒരു വലിയ 13. വലിയ ലോങ് യാത്ര എന്ന് പറയാൻ പറ്റത്തില്ല, ചെറിയ യാത്ര. ലോക്കലോട്ടങ്ങൾ. അപ്പോൾ ഇവിടെ നമ്മൾ വലത്തോട്ടാണ് കയറി പോകുന്നത്. വലത്തോട്ട് പോയി അമ്പലംകുന്ന് നേരെ അങ്ങ് ഓടാനോട്ടം. പാപ്പാല വഴി ഓടണം. നല്ല കുലുക്കമുണ്ട്. വീഡിയോക്കകത്ത് ഇതിനെ ഷേക്ക് വരും. ഇതിപ്പോൾ ഞങ്ങളുടെ കൃഷ്ണറിലേക്ക് പോകുന്ന പാറയും തോടുമാണ്. ആ സൈഡ് ചാഞ്ഞ് കിടക്കുന്ന നോക്ക്. എന്തുവാ എന്റെ പൊന്നു മോനാളി പറഞ്ഞു കിടക്കുന്ന ആ സൈഡ്, വലത്തെ സൈഡ്. അങ്ങോട്ട് ഓടിച്ചില്ല, അവിടെ ഓടുന്നില്ല. അല്ല മെയിൻ ഡ്രൈവറെ, വണ്ടി കുലുങ്ങാതെ ഓടിക്കാൻ പറ്റുമോ? അതെ, വീഡിയോ എടുക്കണം. പഴയ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്ത് പറയണമായിരുന്നു ഇത് കുലുങ്ങാത്ത റോഡ് പണിയാണ്. അത് ഇനിയിപ്പം പുള്ളിയുടെ അടുത്ത് പറയേണ്ട കാര്യമില്ല. ഇനിയിപ്പോ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. 10 കൊല്ലം വരെ ഉണ്ടായിരുന്നിട്ട് സമയത്ത് പറയുന്നത് ശരിയാണോ? 10 കൊല്ലം മുമ്പ് നിനക്ക് വീഡിയോ എടുക്കാൻ തോന്നിയില്ലല്ലേ? അതെങ്ങനെയാ? ഓരോ നല്ല സമയത്തല്ലേ പറ്റും. അത്രയുള്ളൂ. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടാ. എനിക്ക് റോങ്ങായിട്ട് കയറി വന്നല്ല. ഇങ്ങനെയുള്ള ആൾക്കാരാണ് ആക്സിഡന്റ് ഉണ്ടാകുന്നത്. ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഇങ്ങനെയുള്ള ഈ റോങ് സൈഡ് കയറി ഇടുന്നത്. ഇൻഡിക്കേറ്റർ ഇട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കയറി ഇടുന്നത് ആൾക്ക് നോക്കണം. ആ കാറുകാരെ നോക്കേണ്ട. ഇപ്പോൾ ആക്സിഡന്റ് ഞാൻ അറിഞ്ഞാണ്. അറിഞ്ഞാൽ എനിക്കുണ്ട്. ഈ സ്കൂൾ ടൈം എത്ര മണി തൊട്ടാ കറക്റ്റ്? 8:30 മുതൽ 10 മണി വരെ, 3:30 മുതൽ 4:30 വരെ. അപ്പോൾ നമ്മൾ 8 തൊട്ട് 10 മണി വരെയും 3:30 തൊട്ട് 4 മണി വരെ. 4:30 വരെ 1 മണിക്കൂർ. വൈകുന്നേരം 1 മണിക്കൂറും രാവിലെ 1.5 മണിക്കൂർ. രാവിലെ 1:30യും വൈകുന്നേരം 1 മണിക്കൂറും സ്കൂൾ ടൈമാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് ഇങ്ങനെ പോകരുത്. അപകടങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ തന്നെ മെയിനായിട്ട് പിള്ളേർക്ക് അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവർ ഈ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കത്തൊന്നുമില്ല. ചിലപ്പോൾ വീട്ടിൽ പോകുന്ന ആവേശത്തിൽ ഓടി ഇറങ്ങി വരും. നമ്മൾ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. നമ്മൾ വണ്ടിക്കാർ നോക്കി അതാറിനെ രാവിലെ 1:30ക്കും 1.5 മണിക്കൂറും വൈകുന്നേരം 1 മണിക്കൂർ റെസ്റ്റ് എടുത്തിട്ട് ബാക്കിയുള്ള സമയങ്ങൾ ഓടിയാൽ മതി. ഏറ്റവും വലിയ അപകടം ഉണ്ടാക്കുന്നത് ഈ സ്കൂൾ ടൈമാണ്. സ്കൂൾ ടൈമാണ്. അതെന്താ കാര്യം? എന്താ? എങ്ങനെയാലും 8:30ക്ക് മുമ്പേ പൂരിയുടെ മോനൊക്കെ അത് കണ്ടില്ല. കാണാത്ത കാര്യങ്ങൾ നമ്മൾ ചീത്ത വിളിക്കാൻ പാടില്ല. എങ്ങനെ അവൻ ഡോർ. ഇപ്പോൾ നമ്മൾ വരുന്ന വഴി അമ്പലംകുന്ന് കഴിഞ്ഞിട്ടാണ് വന്നേ. ഇപ്പോൾ നമ്മൾ വാപ്പാലേക്ക് പോലെ അമ്പലംകുന്ന് നേരെ കായല റൂട്ടിൽ കയറി ഓട് ഫാക്ടറിയുടെ അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് നേരെ ബാപ്പാല ചെന്ന് അവിടുന്ന് ഓടനാട്ട റൂട്ടിൽ പോകുന്ന വഴിക്കാണ് നമ്മുടെ സൈറ്റ് വരുന്നത്. ഞാൻ എവിടെ നേരത്തെ പറഞ്ഞു നിർത്തിയത്? അതിൽ ചീത്ത കളിച്ചിട്ട് ചിലവന്മാർ വണ്ടി കൊണ്ടുവന്ന് പാതി റോഡിട്ടിട്ട് കാറിൻ്റെ ഡോറും തുറന്നിട്ട് നിൽക്കും. അത് നമ്മൾ ഹോൺ അടിക്കുന്ന എന്തുകൊണ്ട് ഇവർക്കുള്ള വിചാരം അത്രയും സ്ഥലമുണ്ടല്ലോ ഒഴിഞ്ഞു പോകാൻ. ഓപ്പോസിറ്റ് വണ്ടി വരുന്ന അവർ ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ തേരിക്ക് നമ്മൾ ഈ ലോഡ് വണ്ടി ചവിട്ടി നിർത്തി താങ്ങി എടുക്കുന്ന സമയത്ത് ഗിയർ സ്ലിപ്പായോ ബ്രേക്കിൽ നിന്ന് കാല് പോയോ വണ്ടി ബാക്കിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ബാക്കിൽ വരുന്ന ബൈക്കുകാർ വണ്ടിക്കാർക്ക് അപകടം പറ്റത്തില്ലേ? അതൊന്നും ഈ ചില വണ്ടിക്കാർക്ക് ചിന്തിക്കാനുള്ള കഴിവില്ല. ഈ കാറുകാരും ഓട്ടോക്കാരന്മാരുമാണ് മെയിനായിട്ട് അപകടങ്ങൾ ഉണ്ടാക്കാൻ ഒന്നാമത്തെ ബൈക്കുകാരന്മാർ. ഈ 3 വിഭാഗക്കാരാണ് അശ്രദ്ധ മൂലം ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്നത്.
എന്നിട്ട് ചോദിക്കും ഞങ്ങൾ ബൈക്ക് ഓടില്ല. നമുക്കതാ ഒരുമാതിരിപ്പെട്ട അപകടങ്ങൾ ഒഴിവാക്കും. ബൈക്കുകാരെയും കാറുകാരും നമ്മളിതെല്ലാം ഓടിക്കുന്നതാണ്. പക്ഷേ ഈ ഓടിക്കുന്ന എല്ലാ ആൾക്കാരും ശ്രദ്ധിക്കുക, ഒന്ന് ശ്രദ്ധിച്ചു. അത് ഉണ്ടാവത്തില്ലെന്നല്ല, നമ്മുടെ വാഹനത്തിന്റെ റോഡിന്റെ വീതി അതെല്ലാം വെച്ച് അപകടം ഉണ്ടാവും. പക്ഷേ ശ്രദ്ധ, നമ്മൾ ഈ ചക്രത്തിൽ ഇരിക്കുകയാണ് നമ്മളെ കൺട്രോള്. നമ്മൾ എങ്ങനെ ഞട്ടും പോയിട്ട് ഓടുന്ന വണ്ടിയാണ്. അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാം. പക്ഷെ നമ്മൾ മാക്സിമം ശ്രദ്ധിച്ച് ഓടിച്ചു കഴിഞ്ഞാൽ നമ്മളെ കുടുംബത്തിനും നമ്മൾക്ക് ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാരുടെ കുടുംബത്തിനും നല്ലതായിട്ട് സേഫായിട്ട് ഇരിക്കാം. അല്ലാത്ത വശം ദുഃഖിക്കേണ്ടി വരും. ഇതാണ് ഈട്ടി മൂട്. ഈ ജംഗ്ഷൻ്റെ പേരാണ് ഈട്ടി മൂട്. ജംഗ്ഷനായിട്ടൊന്നുമില്ല, ഒരു വളവ് ചെറിയൊരു ജംഗ്ഷൻ. ഈ വീടിന് വോയിസ് ഈ സൗണ്ട് എത്ര തവണ എങ്ങനെ കേൾക്കുന്ന ഒരു പിടുത്തമില്ല. കാര്യം മൈക്കില്ല, പിന്നെ ഫോണിനകത്താണ്. അപ്പം അതിൻ്റെതായ കുറേ പോരായ്മകളാണ്. വണ്ടി ഓടിക്കുമ്പോൾ കുലുക്കം അതൊരു വലിയ കുഴപ്പമാണ്. മെയിൻ ഡ്രൈവർ പറ, ആൾക്കാർക്ക് കൊടുക്കാനുള്ള അഡ്വൈസ് ഒക്കെ ഒന്ന് പറ. ഒരു അഡ്വൈസും ഇല്ല. സേഫായിട്ട് ഓടിക്കുക, എല്ലാം ശ്രദ്ധിച്ച് നോക്കി ഓടിക്കുക അല്ലേ. അവനവൻ്റെ വീട്ടിൽ പിള്ളേരും കൊച്ചുങ്ങളും പെണ്ണുപിള്ളയും ഉള്ള കണക്ക് ബാക്കിയുള്ളവൻ്റെ വീട്ടിലുമുണ്ട് എന്നുള്ള ചിന്ത വേണം. അവനവൻ്റെ വീട്ടിലെ അനിയത്തിയും പിള്ളേരും കൊച്ചുങ്ങളും അമ്മയും അച്ഛനും എല്ലാവരും ഉള്ളെന്നുള്ള ചിന്ത വെച്ച് വണ്ടി ഓടിക്കുക. പിന്നെ ഇങ്ങോട്ട് വന്ന് ഇടിക്കുന്നവരെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, അവർക്കുള്ള അസംഭവം. പക്ഷെ എന്നാലും സ്കൂൾ ടൈമിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സ്കൂൾ ടൈമിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഞാൻ പോലും എങ്ങനെ 8:30 മുമ്പ് ഓടിക്കയറാം എന്നേ ചിന്തിക്കത്തുള്ളൂ. ഒന്നെങ്കിൽ ഒരു കാപ്പിക്കട, അല്ലെങ്കിൽ നമ്മൾ എവിടെ ലോഡ് എടുക്കുന്നത്, അല്ലെങ്കിൽ എവിടുന്നാണ് ലോഡ് എടുക്കുന്നത്, അവിടെ 8:30 മുമ്പ് എങ്ങനെ ഓടിക്കയറാം എന്നുള്ള ചിന്തയിലാണ് വണ്ടി ഓടിക്കുന്നത്. അത്രയും സ്പീഡായിരിക്കും. അതേസമയം ഈ സ്കൂൾ ടൈം എന്ന് പറയുന്ന ആ ഒരു ഇത് ബാധകം അല്ലെങ്കിൽ അതില്ലെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. നമ്മൾ നോർമലായിട്ട് ഓടി വൈകുന്നേരം 4 മണി 3:30 ആകുമ്പം അല്ലെങ്കിൽ 3 മണിയാകുമ്പോൾ ഓട്ടം കഴിഞ്ഞിട്ട് ഒതുക്കും വണ്ടി. പറഞ്ഞതെല്ലാം വായിട്ടറിഞ്ഞത് നീ വായിട്ടറിഞ്ഞ് നിൽക്കാൻ കേൾക്കാൻ സാധ്യത. കാര്യം അത്രയും സൗണ്ട് പുറത്തുനിന്ന് വരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഈ AC ഒക്കെ ഓണാക്കി ഒന്നും കേൾക്കത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഗ്ലാസൊക്കെ തുറന്നിട്ടാണ് ഓടുന്നത്. AC-ക്കകത്ത് പോയി സൗണ്ട് തണുപ്പില്ല. ഇല്ലാത്ത വണ്ടി ഓടുമ്പോൾ ചൂടാണ്. അപ്പോൾ നമുക്ക് എല്ലാം ക്ഷീണം വരാം. മറ്റേടുത്ത് സാധനം ഇതുപോലെ കല്ലില്ലെന്ന് തോന്നുന്നു, കല്ല് വന്നിട്ടില്ല. ഞാൻ മുതലാടുത്ത് പറഞ്ഞായിരുന്നു. അപ്പം പറയും മറ്റേടുത്ത് പോയിട്ടുണ്ടോ നോക്കി വിളിക്കാനേ പറഞ്ഞു. ഇവിടുത്തെ ഈ സ്റ്റാർട്ടറും കാര്യങ്ങളെല്ലാം കത്തിപ്പോയി. ഇന്നാളത്തെ കണക്കിലെ DOPക്ക് പോയില്ലേ, അതേ കണക്കിൽ മൊത്തത്തിൽ എല്ലാം കത്തിപ്പോയി. അപ്പം അതിൻ്റെ വയറിങ്ങിൽ എഴുതുന്ന ആൾ തന്നെ. നമ്മളിപ്പോൾ വാളിയോട് കഴിഞ്ഞ് നല്ലൊരു ഇറക്കം ഇറങ്ങാൻ പോകണം. നല്ല ഇറക്കമാണ് ഇറങ്ങുന്നത്. ഫുള്ള് ചവിട്ടിയൊക്കെ ചില സമയം നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ബ്രേക്ക് കിട്ടണമെന്നില്ല. പക്ഷെ ഇങ്ങോട്ടൊക്കെ വന്നപ്പം സ്ഥലം കൊള്ളാം. നല്ല തോട്, കാട്, ഒരു ഭയങ്കരമായിട്ടുള്ള പച്ചപ്പ് ഏരിയയാണ്. അല്ലെങ്കിൽ പച്ചപ്പ് ഏരിയയാണ് നമ്മുടെ സ്ഥലം. ഇതിലൂടെ കാട്, മരങ്ങളൊക്കെ കൂടുതലും കൂടെ. പിന്നെ അത്യാവശ്യം ചെറിയ കയറ്റം ഇറക്കമൊക്കെ ഉള്ള കേരളത്തിന്റെ കട്ടിങ്ങിൽ നല്ലൊരു കേരളത്തിൽ ജീവിക്കാനാണ്. ഇപ്പം പറയുന്നതായിട്ട് നമ്മൾ ആസാമിലോ ഗുജറാത്തിലോ അങ്ങനെ ജീവിക്കാനാണ് അത് പറയാൻ. നല്ലൊരു കേരള കട്ടിങ്. മെയിൻ ഡ്രൈവറുടെ തമാശയെ അപ്പോൾ ഇങ്ങനെ ആകാശമൊക്കെ ഇരുണ്ട് കൂടി ഇരിക്കുക. മഴ പെയ്യണോ വേണ്ട എന്നൊക്കെ ആലോചിച്ചിരിക്കുക. ഞങ്ങളെങ്ങനെ വെച്ച് പിടിക്കുക. ഇപ്പോൾ ഇളമാടിലേക്ക് പോവുക. ഇളമാട് പഞ്ചായത്ത് കഴിഞ്ഞ് ഇപ്പം അങ്ങോട്ട് പോവുക. അപ്പോൾ ഇവിടെ റോഡ് പണി, സൈഡ് പണി, സൈഡെല്ലാം വൃത്തിയാക്കുന്നു. നമ്മുടെ JCB കിടക്കുന്നു. പിന്നെ പാറമലയിൽ നിന്ന് വണ്ടിയാണ് പോകുന്നു, കോറിയിൽ നിന്ന്. വേണ്ട, 2 JCB ആണ് സൈഡിൽ നിന്ന് വർക്ക് ചെയ്തത്. അവിടെ ഒന്ന്, ഇവിടെ ഒന്ന്.
2020 മുകളിലായിരിക്കും ഇല്ലേ? അപ്പോൾ പിന്നെ നമ്മൾ വാപ്പാല ജംഗ്ഷനിലേക്ക് കയറുക. വ്യൂ ഉണ്ടോ? നല്ല വ്യൂ കേട്ടോ. മെയിൻ ഡ്രൈവർ എൻജോയ് ചെയ്ത് ഓടിക്കുക. നല്ല വ്യൂ ഒക്കെ കണ്ട് പ്രകൃതിയൊക്കെ ആസ്വദിച്ച് ഓടിക്കുക. ഞാൻ റോഡിൽ നോക്കിയാണോ ഓടിക്കുന്നത്? അല്ല എന്ന് പറഞ്ഞാൽ പ്രകൃതി ആസ്വദിച്ചൂടെ, ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കിക്കൂടെ. കണ്ടിന് അങ്ങോട്ട് നോക്കി ഓടിക്കുന്നതിൽ കുഴപ്പം. നമ്മൾ വാപ്പാല ജംഗ്ഷൻ എത്തി. അപ്പോൾ ഇവിടുന്ന് ഇടത്തോട്ട് കയറി പോവാണ്. വാപ്പാല ജംഗ്ഷൻ കഴിഞ്ഞാൽ കയറ്റം കയറുവാണ്. ഇതാണ് ഇവിടുത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, കുടുംബ ആരോഗ്യ കേന്ദ്രം. കുറച്ച് നേരം മെയിൻ ഡ്രൈവർ ഓടിക്കുന്നതാണ്. മെയിൻ ഡ്രൈവർ എന്തൊക്കെ ആലോചിച്ച് നോക്കി റോഡിൽ കാണാൻ ഏതോ പറ്റും. വണ്ടിയാ കാർപോർട്ട് ഇടിച്ച് കളഞ്ഞല്ലോ. അതാണ്ട് ഒരു കാർപ്പോച്ച് ബസ് സ്റ്റോപ്പ് ആയിരുന്നല്ലേ? ഒരു ബസ് സ്റ്റോപ്പ് ആയിരുന്നു. ഏതോ വണ്ടിക്കാർ ചാമ്പിക്കൊണ്ട് പോയി. രണ്ട് വണ്ടി അടുത്തടുത്ത് വരുമ്പോഴത്തേക്കും സൈഡ് കാണത്തില്ല. അങ്ങനെ ചില ആൾക്കാർ അടിക്കൊണ്ട് പോകണം. അതല്ലെങ്കിൽ ചില ആൾക്കാർ സൈഡ് ഏർത്ത് ഓടിച്ചു കാണും. ഇനി ടിപ്പറുകാരെല്ലാം ഒരു മാസത്തേക്ക് എല്ലാവരും നോട്ടപ്പുള്ളിയായിരിക്കും. എല്ലാ ആൾക്കാരെയും, എല്ലാ ടിപ്പറുകാരെയും എല്ലാവരും നോക്കും. അപ്പോൾ എല്ലാ ഡ്രൈവർമാരും ഇത് 1-2 ആഴ്ച ശ്രദ്ധിച്ച് ഓടിക്കുക. അല്ലെങ്കിൽ ശ്രദ്ധിച്ച് ഓടിക്കണം. കുറച്ചുകൂടെ ഒന്ന് കെയർ ചെയ്ത് ഓടിക്കണം. അല്ലെങ്കിൽ പിടി വീഴും, പെറ്റി അടിക്കും. ചെന്നാപ്പാറ. ഇവിടെയാണ് ചെന്നാപ്പാറ. നമ്മളിപ്പോൾ ചെന്നാപ്പാറ കഴിഞ്ഞാൽ ജംഗ്ഷൻ എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു ചെറിയൊരു പോകുന്ന വഴിയിൽ ഒരു മുക്ക്. തട്ടേണ്ട സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. വണ്ടി ലോഡ് തട്ടേണ്ട സ്ഥലം. ക്യാമറ പിടിച്ചിരിക്കുന്നുണ്ട് തുറക്കാനൊക്കെ.
ആ അവിടെ നിന്ന് കുറച്ച് വൃത്തിയാക്കിയിട്ട് വണ്ടി മുമ്പേ കയറിയേനെ. മൺവെട്ടി എടുത്തോണ്ട് വരട്ടെ. ഇല്ല, ആദ്യമേ അങ്ങ് വൃത്തിയാക്കിയിരുന്നെങ്കിലേ വണ്ടി ഇവിടെ കയറിയേനെ. ഈ എടുത്തോണ്ട് വന്നാൽ മതിയോ മൺവെട്ടി? ഈ എടുത്തോണ്ട് വന്നാൽ മതിയോ? നമ്മൾ തിരിച്ചു പോവുകയാണ്. മെയിൻ ഡ്രൈവർ പറയും എങ്ങോട്ടാണ് തട്ടി വണ്ടി ഒന്ന് താന്നു പോയി. പിന്നെ ബുദ്ധിപരമായ നേട്ടം കൊണ്ട് വണ്ടി കയറി പോരുന്നത് എക്സ്പീരിയൻസ് കഴിച്ചത് അവിടെ കയറ്റിയാണ്. നമ്മൾ തിരിച്ച് തേയില കമ്പനിയിൽ പോവാണ്.